ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ന്യൂ ടെയിൽ ടു ടെൽ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 10ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് നമ്മുടെ കങ്ങിന്റെ ഫേറ്റ് ശരിക്കും മരണപ്പെടാനായിരുന്നു എന്നും അവന്റെ സ്ഥാനത്ത് ഇപ്പൊ വൂ സിയോക്കിന് ഹാർട്ട് അറ്റാക്ക് വന്നതും അറിഞ്ഞിട്ട് അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നിടത്താണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ താൻ കാരണം വൂ സിയോക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് കങ്ങും അവൻ്റെ ഒപ്പം ഉൻഹോയും കൂടി വേഗം തന്നെ അവനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് ആകട്ടെ അവനകത്തേക്ക് കയറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നേരമാണ് വൂ സിയോക്കിന്റെ അച്ഛൻ വന്നിട്ട് കങ്ങിനെ കാണുന്നത്. ഇത് നേരം നമ്മുടെ ഉൻഹോ ആകട്ടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പേഗനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥമെന്നും ശരിക്കും വൂ സിയോക്കിന്റെ ഫേറ്റ് ഇങ്ങനെ തന്നെ ആണോന്നും അവൻ മരിക്കുമെന്നൊക്കെ അവളിപ്പോ പേഗന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. കാരണം കങ്ങിന്റെ ഏറ്റവും വലിയൊരു വിഷമം അവന്റെ സ്ഥാനത്താണ് വൂ സിയോക്കിന് ഇങ്ങനെ പറ്റി എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് കങ്ങിനെ അങ്ങനെ കുറ്റബോധത്തിലേക്ക് വീഴ്ത്താനോ അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ ലൈഫുകൾ തമ്മിൽ വീണ്ടും സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കങ്ങായിരിക്കും മരണത്തിനോട് മല്ലടിച്ച് ഇങ്ങനെ കിടക്കേണ്ടി വരിക. സോ ഒന്നെങ്കിൽ അവനെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ മരണത്തിന് വിട്ടുകൊടുക്കാനോ തനിക്ക് കഴിയില്ലെന്നും അതുകൊണ്ട് താൻ എന്താണ് ചെയ്യേണ്ടതും അവളിപ്പോൾ പേഗന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന പേഗനാകട്ടെ ഒരു മനുഷ്യന്റെ വിധി മാറ്റാന്നുള്ളത് അങ്ങനെ കുട്ടികളിയൊന്നും അല്ലെന്നും മനുഷ്യരുടെ ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഇന്റർഫിയർ ചെയ്യുന്നത് ഹെവനെ തോൽപ്പിക്കാൻ നോക്കുന്നതിന് തുല്യമാണെന്നും പേഗൻ പറയുന്നുണ്ട്. മാത്രമല്ല ഇത് ഓൾറെഡി ഡിസൈഡഡ് ആണെന്നും നിനക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലെന്നും പേഗൻ പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് കത്തി ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇതേ കത്തിയാണ് ആ ഒരു ഷാമൻ ഇവളെ കൊല്ലാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു കത്തി കൊണ്ട് മാത്രമേ ഇങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ക്രീച്ചേഴ്സിനെ നമുക്ക് കൊല്ലാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ അതിനുശേഷം പേഗൻ ശരിക്കും മരിക്കേണ്ടിയിരുന്നത് വൂ സിയോക്കല്ലെന്നും പകരം കങ്ങ് അടുത്ത ഒരു സമ്മർ കാണാൻ ഉണ്ടാവരുത് എന്നായിരുന്നു ഫേറ്റ് എന്നും അതുകൊണ്ട് ഈ ഒരു കത്തി വെച്ച് നീ അവനെ നിന്റെ കൈകൊണ്ട് തന്നെ കൊല്ലുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പഴയ പോലെ ആവുമെന്നും അവന്റെ ഫേറ്റ് നടപ്പിലാവുമെന്നും നിനക്ക് നിന്റെ പഴയ 9 ടൈൽഡായിട്ടുള്ള ഒരു ഫോക്സ് ആയിട്ട് മാറി ജീവിക്കാമെന്നും പേഗൻ അവളോട് പറയുന്നുണ്ട്. പക്ഷെ നീ അവനെ കൊല്ലാത്തോണ്ട് നീ കാരണം ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന വൂ സിയോക്കിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പേഗൻ തന്നെ ആയിട്ട് ഉൻഹോയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കുമെന്നും അദ്ദേഹം ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ വൂ സിയോക്കിന്റെ ഫാദർ ആകട്ടെ ഇപ്പൊ കങ്ങനെ കണ്ട് സംസാരിച്ചിട്ട് തൽക്കാലത്തേക്ക് അവന് കുഴപ്പമൊന്നുമില്ലെന്നും നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും ഇപ്പൊ എന്തായാലും അവനെ കാണാൻ കഴിയില്ലെന്നും പറയുമ്പോൾ ഉൻഹോയും കങ്ങും കൂടി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. പക്ഷെ തിരിച്ചു പോകുമ്പോഴാകട്ടെ കങ്ങ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൂ സിയോക്കിനെ പറ്റിയിട്ട് തന്നെയായിരുന്നു. ആക്ച്വലി വൂ സിയോക്കിന്റെ സ്ഥാനത്ത് ശരിക്കും കങ്ങിനാണ് ഇങ്ങനെയൊക്കെ പറ്റേണ്ടിയിരുന്നത്. പക്ഷെ അവൻ അതിനെ ആലോചിച്ച് ടെൻഷൻ അടിക്കാണ്ട് തന്റെ ഫ്രണ്ടിന് ഇങ്ങനെ വന്നു പോയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വിഷമിക്കുന്നത്. സോ ഇതൊക്കെ കാണുമ്പോൾ കങ് എത്രമാത്രം സിൻസിയർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നടക്കുന്ന ആളാണെന്നൊക്കെ ഉൻഹോ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇതേ നേരം നേരത്തെ പേഗൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു ഉൻഹോ. കാരണം പേഗൻ അവൾക്ക് 2 ചോയ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് കങ്ങിന്റെ ലൈഫിന് ആപത്താണെന്ന് മനസ്സിലാക്കിയിരുന്ന ഉൻഹോ സ്വന്തമായിട്ട് ഒരു വഴി കണ്ടുപിടിക്കാനും താൻ 9 ടൈൽഡ് ഫോക്സ് ആയിട്ട് മാറുകയാണെങ്കിൽ പിന്നെ കങ്ങിനെ സേവ് ചെയ്യുന്നത് എളുപ്പമാവൂല്ലോ എന്നും അവൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ തന്റെ പവേഴ്സ് ഒക്കെ റീഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൾ പിറ്റേ ദിവസം തന്നെ താൻ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിലുള്ള ആൾക്കാരെ പോയിട്ട് കണ്ടിട്ട് ഇവളുടെ തെറ്റുകളൊക്കെ തിരുത്തുന്നതിന് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതേ നേരം തന്നെ വൂ സിയോക്കിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ ഡോക്ടറെ പോയിട്ട് കാണുമ്പോഴാണ് അവനിപ്പോൾ വളരെ റയർ ആയിട്ടുള്ള ഹാർട്ടിൽ വരുന്ന ക്യാൻസർ ഉണ്ടെന്നും ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് ഒരു മരുന്നോ ക്യൂറോ ഇല്ലാത്ത കാരണം കൊണ്ട് വൂ സിയോക്ക് ഇനി 6 മാസം കൂടി ജീവനോടെ ഇരിക്കുള്ളൂ എന്ന് ഡോക്ടർ ഇപ്പോൾ വിധി എഴുതുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് ഞെട്ടിധരിക്കുന്ന വൂ സിയോക്കാകട്ടെ അവന്റെ അച്ഛൻ വേറെ ഹോസ്പിറ്റലിൽ പോകാനും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാമെന്നൊക്കെ പറയുമ്പോൾ താൻ ഇങ്ങോട്ട് വരുന്നില്ലെന്നും ഈ ഒരു കാര്യം നമ്മളല്ലാണ്ട് വേറെ ആരും അറിയരുതെന്നും എത്രയും വേഗം തനിക്ക് കങ്ങിനെ കാണണമെന്നും അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇരുന്നേരം നമ്മുടെ കങ്ങിന്റെ ഫ്രണ്ട്സ് ആകട്ടെ ഇവ പ്രാക്ടീസിനായിട്ട് ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ അത് ലോക്ക്ഡ് ആയതുകൊണ്ട് അവരുടെ കോച്ചിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതേ നേരം കോച്ചാകട്ടെ ഇപ്പോഴത്തെ ടീമിന്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് എങ്ങനെയെങ്കിലും സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ഇതേ നേരമാണ് അവർ 8 ടൈൽഡായിട്ടുള്ള ഫോക്സ് അവിടേക്ക് വരികയും അവരെ പരിചയപ്പെടുകയും ചെയ്യുന്നത്. ഇതേ നേരം തന്നെ കങ്ങപ്പ് വീണ്ടും വൂ സിയോക്കിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ കാണുമ്പോൾ തന്നെ വൂ സിയോക്ക് ഇപ്പോൾ വളരെ ഹോണസ്റ്റ് ആയിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു ജീവിതം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തന്റെ കൺമുമ്പിലേക്ക് വന്നപ്പോൾ അത് കുറച്ചു നാൾ എൻജോയ് ചെയ്യണമെന്ന് മാത്രമേ തനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തന്റെ അച്ഛനെ ഇത്രയും ഹാപ്പി ആയിട്ട് താൻ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത്രയും നാളും നീണ്ടുപോയതെന്നും ഇപ്പതാ ഉൻഹോ മനുഷ്യനായിരിക്കുകയാണെന്നും അവളുടെ പവേഴ്സ് ഒന്നും ഇല്ലെന്നുള്ളൊരു കാര്യമൊക്കെ തനിക്ക് ഓർമ്മയുണ്ടെന്നും വൂ സിയോക്ക് അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കങ്ങാകട്ടെ ആദ്യം നീ ഇങ്ങനെ മടിച്ചപ്പോൾ ഞാൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആണെന്നും പക്ഷെ ഇപ്പം നീ ഹോണസ്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ സമാധാനമായെന്നും അവൻ പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പം താൻ അത്യാവശ്യം എൻജോയ് ചെയ്ത് കഴിഞ്ഞെന്നും ഇനി നമുക്ക് ഫേറ്റുകൾ തിരിച്ച് സ്വാപ്പ് ചെയ്യാമെന്നും വൂ സിയോക്ക് കങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതിന്റെ കാരണമായിട്ട് ശരിക്കും അവൻ പറയുന്നത് ഇത്രയും നാളും ആ ഒരു ജീവിതം ജീവിച്ചപ്പോൾ ഞാൻ വളരെ ആർത്തിയോടെ പെരുമാറിയെന്നും ഇനിയും ഗ്രീഡി ആവാനായിട്ട് തനിക്ക് പറ്റില്ലെന്നും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേക്കാളും മുമ്പ് സ്വാപ്പ് ചെയ്യാം എന്നാണെങ്കിൽ പോലും അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും ഈ ഒരു അസുഖം വന്ന് മരിക്കുമെന്നുള്ള ആ ഒരു പേടി കാരണം കൊണ്ടാണ്
വൂസിയോക്ക് ഇപ്പം ഇല്ലാത്തൊരു കാരണം പറഞ്ഞിട്ട് സ്വാപ്പ് ചെയ്യാമെന്ന് അവകാശപ്പെടുന്നത്. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന ഊൺഹോ ആകട്ടെ ഈ സത്യം മനസ്സിലാക്കി കങ്ങിനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവന് ഫ്രൂട്ട്സ് വാങ്ങാൻ പറഞ്ഞു വെച്ചിട്ട് വൂസിയോക്കിന്റെ അടുത്ത് വന്നിട്ട് താൻ എപ്പോഴും കങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് നോക്കുന്നതെന്നും അവന് നീയുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൽ വളരെയധികം വിശ്വാസം ഉണ്ടെന്നും നീ ആയിട്ട് അത് നശിപ്പിക്കരുതെന്നും അവളിപ്പോൾ വൂസിയോക്കിനടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല അവനെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെ കൊണ്ട് പറ്റുന്നത് താൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു എഗ്രിമെന്റ് വെക്കുന്നുണ്ട്. ഇതിനു നേരം ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വരുന്ന കങ്ങാകട്ടെ ഇതൊന്നും ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. അത് മറ്റൊന്നും ആയിരുന്നില്ല, തലേ ദിവസം ഊൺഹോ വർക്ക് ചെയ്തിട്ട് അവള് വലിയൊരു നഷ്ടം ഉണ്ടാക്കി വെച്ച അതേ സൂപ്പർ മാർക്കറ്റ് തന്നെയായിരുന്നു. സോ ഇത് കാണുന്ന ഊൺഹോ ആകട്ടെ താൻ തലേ ദിവസം എത്ര വർക്ക് ചെയ്തിട്ടും അവർ തനിക്ക് സാലറി ഒന്നും തന്നില്ലെന്ന് പരാതിപ്പെട്ടിട്ട് കങ്ങിനോട് ഈ കാര്യം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ചോദിക്കാനായിട്ട് ആവശ്യപ്പെടുകയും അവൻ അങ്ങനെ വരുമ്പോഴാണ് അവന്റെ പണ്ടത്തെ ആ ഒരു ഫേമസ് പ്ലെയർ ആയിരിക്കുന്ന സമയത്തെ മാനേജറായിട്ടുള്ള ആ ഒരു ലേഡിയാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ സൂപ്പർവൈസർ എന്നുള്ളൊരു കാര്യം അവൻ മനസ്സിലാക്കുന്നത്. സോ നേരത്തെ ഊൺഹോ പറഞ്ഞ പോലെ അവരുമായിട്ട് ഒരു തല്ലൊന്നും ഉണ്ടാക്കാണ്ട് അവനിപ്പോൾ ആ ഒരു ലേഡിയും അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫിനെയും വിളിച്ചിട്ട് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. ആക്ച്വലി ഫേമസ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ കങ്ങിനെ ആ ഒരു ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളും കൂടിയാണ് ഈ ഒരു ലേഡി. സോ അതിനോടുള്ള അവന്റെ ആ ഒരു റെസ്പെക്റ്റിനും മറ്റുമാണ് അവനിപ്പോൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവൻ അങ്ങനെ ഫേമസ് ആവുന്നേക്കാളും മുമ്പുണ്ടായിരുന്ന 2-3 മാച്ചുകൾക്കും ഇവർ പരസ്പരം കണ്ട് പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അതുകൊണ്ട് തന്നെ അവരെല്ലാരും കൂടി ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോവുകയും അവൾ ഇപ്പൊ എന്താണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് താൻ മാരീഡായെന്നും 2 കുട്ടികളൊക്കെ ഉണ്ടായെന്നും കുട്ടികളുടെ ഇടയിൽ കൂടെ ടീമിന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റാത്തോട് താൻ റിസൈൻ ചെയ്ത് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യാന്നുള്ളൊരു കാര്യം അവൾ പറയുന്നത്. പക്ഷെ ഇത് കേൾക്കുന്ന നമ്മുടെ കങ്ങാകട്ടെ ഈ ഒരു ലേഡിക്കാകട്ടെ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ടാലന്റ് ഉണ്ടെന്നും നാഷണൽ ടീം വരെ എത്തുന്ന രീതിയിലുള്ളതാണ് അതെന്നും അതുകൊണ്ട് ഒരിക്കലും അതിനെ വേസ്റ്റ് ചെയ്ത് കളയരുതെന്നും അവളുടെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ ടീമിന്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ഇവൾക്ക് അത്രയും ടാലന്റ് ഉള്ളതുകൊണ്ട് തന്നെ തങ്ങളുടെ ഇപ്പോഴത്തെ ടീമിന് സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ലെന്നും കുറച്ച് കഷ്ടത്തിലാണെന്നും അതുകൊണ്ട് ഞങ്ങളുടെ ടീമിലേക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഒരു മാനേജർ പോലെ വരാൻ പറ്റുമെന്നും കങ് ഇപ്പോൾ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതേ നേരം ആ ഒരു ശ്യാമനാകട്ടെ പണ്ടത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിലേക്ക് കയറി ചെന്നിട്ട് കേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സ് കുറെ പൈസയ്ക്ക് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇതേ നേരം വീണ്ടും കങ്ങിനെയും കുട്ടരെയും കാണിക്കുമ്പോൾ അവർ മീൽസ് ഒക്കെ കഴിച്ചിട്ട് പേ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അവന്റെ കയ്യിൽ അത്യാവശ്യം ബാലൻസ് ഉണ്ടാവാതിരിക്കുകയും ഇത് കാണുന്ന നമ്മുടെ ഊൺഹോ ആകട്ടെ അവളുടെ കയ്യിലിരിക്കുന്ന ഒരു കാർഡ് വെച്ചിട്ട് ഇപ്പൊ ആ ഒരു ബില്ല് പേ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് കങ് അവളുടെ അടുത്ത് ചോദിക്കുമ്പോഴാണ് നേരത്തെ ആ ഒരു ഹോസ്പിറ്റലിൽ അവൾ വൂസിയോക്കിനെ കണ്ടപ്പോൾ അവനുമായിട്ടൊരു എഗ്രിമെന്റ് നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതീ കൂടെ ശരിക്കും അവരിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതും ചെലവാക്കിക്കൊണ്ടിരിക്കുന്നതും കങ്ങിന്റെ തന്നെ പൈസയാണല്ലോ. സോ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഇപ്പൊ അവള് വൂസിയോക്കിന്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഉപയോഗിച്ച് അവര് ആ ഒരു ബില്ല് പേ ചെയ്യുകയും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പൊ ഊൺഹോയുടെ കയ്യിലിരിക്കുന്ന ഫോൺ അവളുടെ അല്ലെന്നും ശരിക്കത്തെ അവളുടെ നമ്പറിൽ നിന്ന് ഒരു കോള് അതിലേക്ക് വന്നിട്ടുണ്ടെന്നും അവള് മനസ്സിലാക്കുന്നത്. നോക്കുമ്പോൾ നേരത്തെ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ലേഡിയുടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നല്ലോ, അവളുടെ ഫോണും ഊൺഹോയുടെ ഫോണും പരസ്പരം മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് തിരിച്ചു കൊടുക്കാനായിട്ട് അവളെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അതിന്റെ വാൾപേപ്പറിലായിട്ട് ഉള്ള ആ ഒരു സ്റ്റാഫിന്റെ ഫോട്ടോയില് കാണിക്കുന്ന ആ ഒരു കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഊൺഹോ ഇവരുടെ ഫേറ്റുകൾ മാറിയ കാരണം കൊണ്ട് ആ ലിയൂഡ് എന്ന് പറഞ്ഞ ബിസിനസ്സുകാരൻ ഒരു പാവം ഡ്രൈവറെ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അദ്ദേഹത്തിന്റെ മകളാണ് ഈ ഒരു സ്റ്റാഫ് എന്നുള്ള ഒരു കാര്യം അവര് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ഒരു സത്യം മനസ്സിലാക്കുന്ന അവള് 8 ടൈൽഡ് ആയിട്ടുള്ള ഫോക്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഈ ഒരു സ്റ്റാഫിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അവളുടെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അവളുടെ പഠിപ്പ് നിന്ന കാരണം കൊണ്ട് തന്റെ വീട്ടുകാരെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അവള് പാർട്ട് ടൈം ആയിട്ടുള്ള ഒരുപാട് ജോലികൾ ചെയ്താണ് ഇത്ര നാളെ ജീവിച്ചുകൊണ്ടിരുന്നതെന്നും മിൽക്ക് ഡെലിവറിയിലും സൂപ്പർ മാർക്കറ്റിലും കഫേയിലും അങ്ങനെയൊക്കെ മാറി മാറി വർക്ക് ചെയ്യുന്ന സാലറി കൊണ്ടാണ് അവൾ കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. സോ ടെക്നിക്കലി ഊൺഹോ അന്ന് ചേഞ്ച് ചെയ്ത ആ ഒരു ഫേറ്റ് കാരണം കൊണ്ടാണ് അവളുടെ അച്ഛൻ മരിക്കുന്നതും അവൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാനായിട്ടും കാരണമായത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഊൺഹോ ആ ഒരു 8 ടൈൽഡ് ഫോക്സിനെ ഒരു സ്പോൺസർ ആയിട്ട് ഈ കൊച്ച് തൽക്കാലത്തേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിലേക്ക് വിട്ടിട്ട് അവൾക്ക് വലിയൊരു എമൗണ്ട് സ്കോളർഷിപ്പ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഊൺഹോയും കങ്ങും കൂടിയിട്ട് ഇപ്പൊ അവരുടെ കയ്യിൽ പൈസയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്പോൺസർ ഇല്ലെങ്കിലും സ്വയമായിട്ട് ഒരു ബസ്സൊക്കെ റെന്റിന് എടുത്തിട്ട് തന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് മാച്ച് നടക്കാൻ പോകുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. മാച്ചിന് മാത്രമല്ല അവിടേക്ക് ഒരു ഡേറ്റും അവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതേ നേരം സിറ്റിയിൽ നിന്നും തിരിച്ച് കാട്ടിലുള്ള തന്റെ കേവിലേക്ക് മടങ്ങിയെത്തിയിരുന്ന നമ്മുടെ 8 ടൈൽഡ് ആയിട്ടുള്ള ഒരു ഫോക്സിനെയും കാത്തിട്ട് ആ ഒരു ശ്യാമൻ അവിടെ ഉണ്ടായിരുന്നു. കാരണം അയാൾക്ക് വേണ്ടിയിരുന്നത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോക്സ് ബീഡ് ആയതുകൊണ്ട് നേരത്തെ അവൻ ആ ഒരു ആന്റിക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കേഴ്സ്ഡ് ആയിട്ടുള്ള ആ ഒരു ബെല്ല് വെച്ചിട്ട് അവൻ അതിനെ ഷെയ്ക്ക് ചെയ്യുകയും
ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡിവൈൻ ആയിട്ടുള്ള സ്പിരിറ്റ്സും നമ്മുടെ 8-tailed ഫോക്സും അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന ഉൻഹു ആകട്ടെ കങ് തന്റെ ചെസ്റ്റില് കത്തി കുത്തി ഇറക്കി തന്നെ കൊല്ലുന്നത് സ്വപ്നം കൊണ്ട് ആകെ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ കണ്ണീരോടെ ഇരിക്കുന്ന ഉൻഹുവിനെയും കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ അങ്ങനെ നമ്മുടെ വില്ലനായിട്ടുള്ള ഷാമൻ ആകട്ടെ 8-tailed ഫോക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഉൻഹു ഇപ്പൊ കണ്ട ആ ഒരു സ്വപ്നം, അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കങ് അവളെ കൊല്ലുന്നത്, അത് ശരിക്കും ഒരു സ്വപ്നം തന്നെയാണോ അതോ നടക്കാനായിട്ട് ഇരിക്കുന്ന ഫ്യൂച്ചർ തന്നെയായിരിക്കോ? ഏതായാലും പേഗൺ പറഞ്ഞതനുസരിച്ച് ഇനി ഉൻഹുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ചെറിയ കാര്യങ്ങളൊന്നും തന്നെ ആയിരിക്കില്ല. സോ ഇനി എന്തൊക്കെയാണ് ഇവരുടെ ലൈഫിൽ നടക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് അടുത്ത വരുന്ന എപ്പിസോഡ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.